ഹായ് ഓൾ, വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സാം പ്രിപ്പറേഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് NSE-JS പ്രിപ്പറേഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എൻവയോൺമെൻറ്റ് എന്നുള്ള ബയോളജിയിലുള്ള ഭാഗമാണ് അല്ലേ. നമ്മുടെ എൻവയോൺമെൻറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ പിന്നെ സ്കോളർഷിപ്പ് എക്സാംസിലും ഒളിമ്പ്യാഡുകളിലൊക്കെ ഹയർ ലെവൽ എക്സാംസിലൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് NSE-JS അത്തരത്തിലുള്ള ക്വസ്റ്റൻസ് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റൻ ആയിട്ട് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യനും കാണുമ്പോൾ തന്നെ നിങ്ങളുടേതായ രൂപത്തിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒന്നാമത്തത് എയറോബിക് ബേണിംഗ് ഓഫ് വേസ്റ്റ് സബ്സ്റ്റൻസസ് യൂഷ്വലി അറ്റ് ഹൈ ടെമ്പറേച്ചർ ഓഫ് അബൌട്ട് 670 ഡിഗ്രി സെൽഷ്യസ് ഇസ് കോൾഡ്. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക, എന്നിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തന്നെയാണോ ആൻസർ എന്നുള്ളത് നോക്കാം. അപ്പോൾ അത്രയും വലിയ ടെമ്പറേച്ചറിൽ ഈ പറഞ്ഞ എയറോബിക് ബേണിംഗ് ഓഫ് വേസ്റ്റ് സബ്സ്റ്റൻസസ് അതിനെ നമ്മൾ എന്താ വിളിക്കുക? ലാൻഡ് ഫില്ലിംഗ് എന്നാണോ, കമ്പോസ്റ്റിംഗ് എന്നാണോ, ഇൻസിനറേഷൻ എന്നാണോ, പൈറോളിസിസ് എന്നാണോ? നമുക്കറിയാം ഇൻസിനറേഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്. അത്രയും ഹൈ ടെമ്പറേച്ചറിൽ 670 ഡിഗ്രി സെൽഷ്യസ് പോലെയുള്ള വളരെ ഹൈ ടെമ്പറേച്ചറിൽ എയറോബിക് ബേണിംഗ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസിനറേഷൻ ഈസ് ദ എയറോബിക്. അതെന്താ വെച്ചാൽ എയറോബിക് എന്ന് പറഞ്ഞാൽ വിത്ത് ഓക്സിജൻ അല്ലെ, ഓക്സിജൻ ഉള്ള രൂപത്തിലുള്ള കമ്പഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ അറ്റ് ഹൈ ടെമ്പറേച്ചർ, ടിപ്പിക്കലി അറൌണ്ട് 600 to 800 ഡിഗ്രി സെൽഷ്യസ് ഓർ ഹയർ. അതിനേക്കാൾ കൂടുതലോ അത്രയും ഹൈ ടെമ്പറേച്ചർ ആയിരിക്കണം. ഇറ്റ് ഈസ് യൂസ് ടു റെഡ്യൂസ് ദ വോളിയം ഓഫ് സോളിഡ് വേസ്റ്റ് ആൻഡ് സംടൈംസ് ടു ജനറേറ്റ് എനർജി. ഇതിനൊക്കെ അത് ഉപയോഗിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേഷൻ ക്ലോറിൻ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂട്ടർ ടു ദ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. ക്ലോറിന് ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷന് ഒരു സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂട്ടർ ആണ് എന്നുള്ളതാണ്. റീസൺ, ക്ലോറിൻ ആറ്റംസ് റിലീസ്ഡ് ഇൻ ടു ദ സ്ട്രാറ്റോസ്ഫിയർ ഫ്രം ദ ബ്രേക്ക് ഡൗൺ ഓഫ് ക്ലോറോഫ്ലൂറോകാർബൺ. CFCകൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് റിലീസ് ചെയ്യപ്പെടുന്ന ക്ലോറിൻ ക്യാൻ കാറ്റലിറ്റിക്കലി ഡിസ്ട്രോയ് ഓസോൺ മോളിക്യൂൾസ്. അവിടെ കാറ്റലിറ്റിക്കലി ഓസോൺ മോളിക്യൂൾസിനെ എന്ത് ചെയ്യും? ഡിസ്ട്രോയ് ചെയ്യും എന്നുള്ളതാണ്. ഇത് രണ്ടും ശരി തന്നെയാണ് അല്ലേ, രണ്ടും ശരി തന്നെയാണ്. ക്ലോറിൻ ഈ ഓസോൺ ഡിപ്ലീഷന് വലിയ രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ കാരണം കൊണ്ടാണ് CFC എന്നൊക്കെ പിന്നെ എന്ത് ചെയ്യുന്നത്, അവിടുന്ന് റിലീസ് ചെയ്യുന്ന ക്ലോറിൻ ആറ്റംസ് ആണ് അത് ചെയ്യുന്നത്. ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ദ റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ അസേഷൻ പറയുന്നത് ക്ലോറിൻ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂട്ടർ ആണെന്നുള്ളതാണ്. അത് ശരിയാണ്. ഈ പറഞ്ഞതുപോലെ CFCകളിൽ നിന്ന് ക്ലോറിൻ ആറ്റംസ് അത് റിലീസായിക്കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ദിസ് ഈസ് എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് മെക്കാനിസം ഫോർ ഓസോൺ ഡിപ്ലീഷൻ. ഓസോൺ ഡിപ്ലീഷനുള്ള ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നമുക്കറിയാവുന്നൊരു മെക്കാനിസമാണ് ഈ ക്ലോറോഫ്ലൂറോ കാർബൺസിൽ നിന്നും ക്ലോറിൻ പോയി ഈ പറഞ്ഞ ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളത്. പിന്നെ അതാണ് ഇവിടെ നമുക്കതിൻ്റെ റീസൺ ആയിട്ട് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ദ കോൺസെൻട്രേഷൻ ഓഫ് ബയോ അക്യുമുലേറ്റഡ് ടോക്സിൻ ഇൻ പ്രൈമറി കൺസ്യൂമേഴ്സ് ഈസ് 10 പാർട്സ് പെർ മില്യൺ. PM എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ മില്യൺ. അതായത് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്ലാന്റ്സിനെയോ അല്ലെങ്കിൽ അങ്ങനെ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നവരെ കൺസ്യൂം ചെയ്യുന്നവർ, അവരാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയാം. അവരിലുള്ള ടോക്സിൻസിൻ്റെ അളവാണ് പറഞ്ഞത് 10 ppm അല്ലെ, 10 പാർട്സ് പെർ മില്യൺ ആണ്. വാട്ട് വുഡ് ബി ദ എക്സ്പെക്റ്റഡ് കോൺസെൻട്രേഷൻ ഇൻ ദ ടേഴ്സറി കൺസ്യൂമേഴ്സ് ഇഫ് ബയോമാഗ്നിഫിക്കേഷൻ ഈസ് ഒക്കറിങ്? ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി കൺസ്യൂമർ അതിനെ സെക്കൻഡറി കൺസ്യൂമർ കഴിക്കും, അതിനെ ടേഴ്സറി കൺസ്യൂമർ കഴിക്കും, അങ്ങനെ പോകും അല്ലേ. അപ്പം ഈ ലെവൽ മേലോട്ട് പോകുന്നതിനനുസരിച്ച് ഈ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മാഗ്നിഫൈ ചെയ്യും, എന്നുവെച്ചാൽ ഇതിങ്ങനെ കൂടി വരും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതാണ് ബയോമാഗ്നിഫിക്കേഷൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയായിരിക്കും ടേഴ്സറി കൺസ്യൂമേഴ്സ്? അതായത് പ്രൈമറി കൺസ്യൂമർ അതിനെ കഴിക്കുന്ന സെക്കൻഡറി കൺസ്യൂമർ അതിനെ കഴിക്കുന്ന ടേഴ്സറി കൺസ്യൂമർ എന്ന് വെച്ചാൽ 2 ലെവൽ അപ്പുറത്തുള്ള ടേഴ്സറി കൺസ്യൂമറിൽ എന്തായിരിക്കും ഈ കോൺസെൻട്രേഷൻ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ലെസ് ദാൻ 1 ppm ആയിരിക്കുമോ? ഒരിക്കലും അല്ല, അതിനേക്കാൾ കൂടുതലുള്ളൂ അല്ലേ. അപ്രോക്സിമേറ്റ്ലി 10 ppm അല്ല, ഗ്രേറ്റർ ദാൻ 10 ppm. യെസ്, അതിനേക്കാൾ കൂടുതലായിരിക്കും. വുഡ് റിമെയിൻ 10 ppm, അതുമല്ല. അപ്പം ഗ്രേറ്റർ ദാൻ 10 ppm ഈസ് ദ കറക്റ്റ് ആൻസർ. ഇഫ് ബയോമാഗ്നിഫിക്കേഷൻ ഈസ് ഒക്കറിങ് ഇൻ ദ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ദ കോൺസെൻട്രേഷൻ ഓഫ് ബയോ അക്യുമുലേറ്റഡ് ടോക്സിൻ ഇൻക്രീസസ് ആസ് യു മൂവ് അപ്പ് ദ ഫുഡ് ചെയിൻ ഫ്രം ലോ ട്രോഫിക് ലെവൽസ്. അതായത് ലോ ട്രോഫിക് ലെവലിൽ നിന്ന് മേലോട്ട് പോകുന്നതിനനുസരിച്ച് ഈ കോൺസെൻട്രേഷൻ ഓഫ് ബയോ അക്യുമുലേറ്റഡ് ടോക്സിൻസ് അത് കൂടി വരും. അതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ദിസ് ഈസ് ബിക്കോസ് ദ ടോക്സിൻ ബിക്കം മോർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ ടിഷ്യൂസ് ഓഫ് ഓർഗാനിസം അറ്റ് ഈച്ച് സക്സസീവ് ട്രോഫിക് ലെവൽ. ഒരു ട്രോഫിക് ലെവൽ അടുത്ത ട്രോഫിക് ലെവലിലേക്ക് എത്തുമ്പോഴേക്ക് ആ ടിഷ്യൂസിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ടോക്സിൻസ് അത് കൂടി വരികയാണ് ചെയ്യുക. ഗിവൺ ദാറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് ടോക്സിൻ ഇൻ പ്രൈമറി കൺസ്യൂമേഴ്സ് ഈസ് 10 ppm അല്ലേ, 10 പാർട്സ് പെർ മില്യൺ ആണ് ആദ്യം തന്നത് എന്നുള്ളത് കൊണ്ട് വി വുഡ് എക്സ്പെക്ട് എ കോൺസെൻട്രേഷൻ ടു ബി ഹയർ ഇൻ ടേഴ്സറി കൺസ്യൂമേഴ്സ്. ടേഴ്സറി കൺസ്യൂമേഴ്സിൽ അതിനേക്കാൾ കൂടുതലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ഓഫ് ഡീകമ്പോസേഴ്സ് ഇൻ എൻ എക്കോസിസ്റ്റം
ഒരു എക്കോസിസ്റ്റത്തിൽ ഡീകമ്പോസസ് എന്താ ചെയ്യുന്നത്? ഡീകമ്പോഷനാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, ആൻസറിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. കൺവേർട്ട് ഓർഗാനിക് മാറ്റർ ടു ദ സിമ്പിൾ ഓർഗാനിക് ഫോംസ്. സിമ്പിൾ ഓർഗാനിക് ഫോമായിട്ട് മാറ്റുക എന്നുള്ളത് മാത്രമാണോ? അല്ല. കൺവേർട്ട് ഓർഗാനിക് മെറ്റീരിയൽസ് ടു ഇൻഓർഗാനിക് വൺ. യെസ്, ഇനോർഗാനിക് ആയിട്ടുള്ള പിന്നെ വാട്ടർ അതുപോലെ തന്നെ മിനറൽസ് അങ്ങനെയൊക്കെ ആക്കി മാറ്റുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഈ ഡീകമ്പോസേഴ്സ് ചെയ്യുന്നത്. കൺവേർട്ട് ഇൻഓർഗാനിക് മെറ്റീരിയൽ ടു ഓർഗാനിക് അല്ല, നൺ ഓഫ് ദ അബോവ് അല്ല. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റേഡിയേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കൺവേർഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ടു ഓസോൺ? ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താ? O2 അല്ലേ? O2 ആണ്. ഓസോൺ എന്ന് പറഞ്ഞാൽ O3 ആണ് അല്ലേ? ആൽഫ റേഡിയേഷൻ, ഗാമ റേഡിയേഷൻ, ഇൻഫ്രാറെഡ് റേഡിയേഷൻ, അൾട്രാ വയലറ്റ് റേഡിയേഷൻ, UV റേഡിയേഷൻസ് അല്ലേ? അപ്പോൾ UV റേഡിയേഷൻസ് ആണ് കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഇനി ദ പ്രോബ്ലം കോസ് ഡ്യൂ ടു ഓസോൺ ഹോൾ ഈസ്, ഈ ഓസോൺ ഹോൾ കാരണം ഉണ്ടാകുന്ന പ്രോബ്ലം എന്താ? ഡാമേജ് ടു ഇൻഫ്രാറെഡ് റേഡിയേഷൻ, ഡാമേജ് ഡ്യൂ ടു UV റേഡിയേഷൻ. യെസ്, UV റേഡിയേഷൻസിനെയാണ് എന്ത് ചെയ്യുക? ഓസോൺ ലെയർ തടയുക. അപ്പോൾ അവിടെ ഹോൾ ഉണ്ടായാൽ ഡാമേജ് ഡ്യൂ ടു UV റേഡിയേഷൻസ് തന്നെ ഉണ്ടാവും അല്ലെ? കെമിക്കൽ പൊല്യൂഷൻ അല്ല, ആസിഡ് റെയിൻ അല്ല. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. യെസ്. നെക്സ്റ്റ് വൺ. എക്സസീവ് എക്സ്പോഷർ ഓഫ് ഹ്യൂമൻ ടു UV റേഡിയേഷൻ റിസൾട്ടിൻ. ഓക്കെ, അങ്ങനെ ഓസോണിൽ ഹോളൊക്കെ ഉണ്ടായി, UV റേഡിയേഷൻസ് ഒക്കെ നമുക്ക് പിന്നെ ഏൽക്കാൻ തുടങ്ങി. അങ്ങനെ UV റേഡിയേഷൻസ് എക്സസീവായിട്ട് നമുക്ക് ഏറ്റാൽ എന്താണ് പ്രശ്നം എന്നാണ് ചോദിച്ചത്. അതെ, ഡാമേജ് ടു ഇമ്മ്യൂൺ സിസ്റ്റം ആണോ? ആണ്. സ്കിൻ ക്യാൻസർ അതും ഉണ്ട് അല്ലേ? ശരിയാണ്. അപ്പോൾ എ മാത്രം ആൻസർ ചെയ്യരുത്, എയും ബിയും ഉണ്ട് അല്ലേ? പെപ്റ്റിക് അൾസർ, ബോത്ത് എ ആൻഡ് ബി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ? ഈ UV റേഡിയേഷൻസ് കാരണം ഈ കാരണം പ്രശ്നമൊക്കെ ഉണ്ടാവും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വേസ്റ്റ് മെറ്റീരിയൽ ഈസ് മോസ്റ്റ് ഹാർംഫുൾ ഫോർ സോയിൽ ഫെർട്ടിലിറ്റി? വളരെ സിമ്പിൾ അല്ലേ? പോളിത്തീൻ ബാഗ്, വെജിറ്റബിൾ പീൽസ്, ഡ്രൈ ലീവ്സ്, ആനിമൽ ഡങ്. ഇതൊക്കെ എന്താ ഡീകമ്പോസ് ചെയ്ത് പോകുന്നതാണ് എക്സെപ്റ്റ് പോളിത്തീൻ ബാഗ് അല്ലേ? അപ്പം പോളിത്തീൻ ബാഗ് തന്നെയാണ് കറക്റ്റ് ആൻസർ. റൈറ്റ്. നെക്സ്റ്റ് വൺ. ഓസോൺ ആണ് കേട്ടോ. ഓസോൺ ലെയർ ഈസ് വിത്തിൻ. ഓസോൺ ലെയർ എവിടെയാണ് ഉള്ളത്? സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, സ്ട്രാറ്റോപോസ്. ഏതാ? നമുക്കറിയാം സ്ട്രാറ്റോസ്ഫിയർ ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ ഉള്ളത്. ഫ്രീ സർവീസസ് പ്രൊവൈഡഡ് ബൈ ഹ്യൂമൻസ് ടു ഹ്യൂമൻസ് ബൈ എക്കോസിസ്റ്റം ഇൻക്ലൂഡ്. ഹ്യൂമൻസിന് എക്കോസിസ്റ്റം നൽകുന്ന ഫ്രീ സർവീസ് ഏതൊക്കെയാണ്? കൺട്രോൾ ദ അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ അല്ലേ? യെസ്. പ്രിവെൻഷൻ ഓഫ് സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നില്ലേ? ഉണ്ട്. ഫിൽട്ടറിംഗ് ഓഫ് പൊല്യൂട്ടൻസ് ഫ്രം വാട്ടർ ആൻഡ് എയർ അതും ഉണ്ട്. ഓൾ ഓഫ് ദ അബോവ് ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലേ? ഇതെല്ലാം നമുക്ക് ഹ്യൂമൻസിന് പ്രത്യേകിച്ചും എക്കോസിസ്റ്റം ഇങ്ങോട്ട് ചെയ്തു തരുന്ന ഫ്രീ സർവീസുകളാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറക്കാൻ എന്തൊക്കെയാണ് ഇവിടെ? ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ സോയിൽ ഇറോഷൻ തടയാൻ ഇവിടെ പലതരത്തിലുള്ള പിന്നെ പ്ലാന്റ്സ് കൊണ്ടും അങ്ങനെ ഓരോന്നിലും എന്തുണ്ട്? അതൊക്കെ ഫ്രീ സർവീസാണ് അല്ലേ? നമ്മൾ പൈസ കൊടുത്തിട്ടല്ല അത് ചെയ്യുന്നത്. കാർസിനോജനിക് കെമിക്കൽസ്. കാസിനോ ക്യാൻസർ റിലേറ്റഡ്. ജെനിക് മീൻസ് ജെനിക് എന്ന് പറഞ്ഞാൽ ഒന്നുണ്ടാക്കുന്നത് അല്ലേ? ആ ടേം അതാണ്. കാർസിനോജനിക് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കുന്ന കെമിക്കൽസ് പ്രൊഡ്യൂസ് ഡ്യൂറിങ് റീസൈക്ലിംഗ് ഓഫ് പ്ലാസ്റ്റിക്സ് ആൻഡ് പോളിത്തീൻ ഈസ് ഓർ ആർ അല്ലേ? പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിത്തീൻ അത് പിന്നെ റീസൈക്കിൾ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഏത് കെമിക്കലാണ്? ആ കാർസിനോജനിക് ആയിട്ടുള്ള കെമിക്കൽ ഏതാണെന്നാണ് ചോദിച്ചത്. ഫോർമാൽഡിഹൈഡ്, പോളിസൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ട്സ്, വിനൈൽ ക്ലോറൈഡ്, ഡയോക്സിൻസ് ആൻഡ് ഫ്യൂറൈൻസ് അല്ലെ? ഏതാണ്? ഡയോക്സിൻസ് ആൻഡ് ഫ്യൂറൈൻസ് ആണ്. നമുക്കറിയാം ദീസ് ആർ പെർസിസ്റ്റൻറ്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്, POPs നമ്മൾ പറയും. പെർസിസ്റ്റൻറ്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്നാണ് നമ്മൾ ഈ തരത്തിലുള്ള ഡയോക്സിൻസിനും അതുപോലെ തന്നെ ഫ്യൂറൈൻസിനൊക്കെ നമ്മൾ പറയാം. നോൺ ടു ബി ഹൈലി ടോക്സിക് ആൻഡ് കാർസിനോജനിക്, ക്യാൻസർ കോസിംഗ് ആണ്. ഇറ്റ് ക്യാൻ കോസ് ഇമ്മ്യൂൺ സിസ്റ്റം ഡാമേജിന് കോസ് ചെയ്യാം, ഹോർമോണൽ ഡിസ്റപ്ഷൻ ഉണ്ടാക്കാം, ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടാക്കാം, പ്രത്യേകിച്ചും ക്യാൻസറും ഉണ്ടാക്കാം. യെസ്. ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ പ്രോപ്പർ എക്കോളജിക്കൽ ബാലൻസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ദ എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ് വുഡ് ബി ക്ലിയർഡ് ആൻഡ് ന്യൂ വൺ ഷുഡ് ബി പ്ലാന്റഡ്. അങ്ങനെ ഉണ്ടോ? എല്ലാ ഫോറസ്റ്റൊക്കെ ക്ലിയർ ചെയ്തിട്ട് പുതിയത് ഉണ്ടാക്കണം? അതെന്തായാലും അല്ല. സം ക്യുക്ക് ഗ്രോയിങ് ആനുവൽ ഷുഡ് ബി പ്ലാന്റഡ് ഇഫ് എ ട്രീ മസ്റ്റ് ബി കട്ട് ഫോർ അതർ യൂസസ്. അതും അങ്ങനെയല്ല അല്ലേ? ട്രീ കട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ക്യുക്ക് ഗ്രോയിങ് ആനുവൽസ് പിന്നെ നട്ടാൽ പോരാ. Tree must be cut whenever necessary because the underground part performs useful purpose. അതും ശരിയല്ല. The tree should be planted in place one to be cut. അല്ലെ? ഒന്ന് മുറിക്കുന്നുണ്ടെങ്കിൽ വേറൊരു ട്രീ എന്ത് ചെയ്യണം? പ്ലാന്റ് ചെയ്യണം. അതാണ് ശരിയായിട്ടുള്ളത് അല്ലേ? ആ ഒരു എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. Prolonged exposure to the fumes released by incomplete combustion of coal may cause death of a human. അതായത് കോളിൻ്റെ കമ്പഷൻ, കോള് നമ്മൾ കൽക്കരി അത് പിന്നെ ചൂടാക്കി അല്ലെങ്കിൽ അത് കത്തിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു
എക്സ്പോഷർ, ആ ഒരു വായു നമ്മൾ കുറേ നേരം ശ്വസിച്ചാൽ എന്ത് ചെയ്യും? ഈവൻ ഡെത്ത് ഓഫ് ഹ്യൂമൻസ്, അല്ലെ, നമ്മൾ മരിക്കുക വരെ ചെയ്യാം. എന്തുകൊണ്ടാണ് കാരണം? ഇൻഹലേഷൻ ഓഫ് അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസ് അല്ല, കണ്ടിന്യൂസ് എക്സ്പോഷർ ടു ഹൈ ടെമ്പറേച്ചർ അതുമല്ല, ഇൻക്രീസ് ലെവൽ ഓഫ് കാർബൺ മോണോക്സൈഡ്. യെസ്, ഈ കോളൊക്കെ കത്തിക്കുമ്പോൾ ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടത്തുമ്പം കാർബൺ മോണോക്സൈഡ് റിലീസ് ആവും. ആ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഹൈലി ടോക്സിക് ആണ്, അത് നമുക്ക് മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ, അല്ലേ? വെൻ കോൾ ബേൺസ് ഇൻകംപ്ലീറ്റ്ലി, അതായത് ഇൻസഫിഷ്യൻറ്റ് ഓക്സിജൻ വെച്ചിട്ട് ആ കോൾ ബേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസ് കാർബൺ മോണോക്സൈഡ്, അല്ലേ? കളർലെസ്, ഓഡർലെസ് ആൻഡ് ഹൈലി ടോക്സിക് ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. ഡേഞ്ചേഴ്സ് ഓഫ് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ CO2 ആണ്. കാർബൺ മോണോക്സൈഡ് CO. ബൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് ടു ഫോം കാർബോക്സി ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡിന് ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള അബിലിറ്റി കുറയാണ് ചെയ്യുക. കാരണം ഓക്സിജൻ ക്യാരി ചെയ്യുന്നിടത്തൊക്കെ പോയിട്ട് കാർബൺ മോണോക്സൈഡ് ഭയങ്കര ടൈറ്റ് ആയിട്ട് അങ്ങ് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഓക്സിജന് ക്യാരി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ദിസ് ലീഡ്സ് ടു ഓക്സിജൻ ഡിപ്രവേഷൻ ഇൻ ദ ബോഡി ടിഷ്യൂസ്, അല്ലേ? ഹൈപ്പോക്സി ഉണ്ടാവും. അങ്ങനെ പല രൂപത്തിൽ അത് മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം. വിച്ച് അമംഗ് ദ ഗ്രാസ്, ഗോട്ട്, ടൈഗർ ആൻഡ് വൾച്ചർ ഇൻ എ ഫുഡ് ചെയിൻ will have the maximum concentration of harmful chemical in its body due to contamination of pesticide in the soil. സോയിലിൽ പെസ്റ്റിസൈഡ് വിതച്ചു, അപ്പോൾ എന്ത് ചെയ്തു? ആ കണ്ടാമിനേഷൻ കാരണം ആരുടെ ശരീരത്തിലാണ് മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് ആ ടോക്സിൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ആ കെമിക്കൽ ഉണ്ടാവുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഗ്രാസ് ഉണ്ട്. ഗ്രാസ് ഏറ്റവും പ്രൈമറി കൺസ്യൂമർ, ഗോട്ട് സെക്കൻഡറി, ഗ്രാസ് ആ പ്രൊഡ്യൂസർ, ഗോട്ട് പ്രൈമറി കൺസ്യൂമർ, അതിനെ കഴിക്കുന്നത്. ഈ ഗ്രാസിനെ കഴിക്കുന്ന ആളാണ് പ്രൈമറി കൺസ്യൂമർ. ടൈഗർ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി കൺസ്യൂമർ. ടൈഗർ ചത്താൽ ആ ടൈഗറിനെ കഴിക്കുന്ന ആളാണ് ആര്? വൾച്ചർ, അല്ലേ? അപ്പം ടേഴ്സറി കൺസ്യൂമർ ആരാണ്? വൾച്ചറാണ്. അപ്പം വൾച്ചറിനാണ് എന്തുണ്ടാവുക? കൂടുതൽ ഉണ്ടാവുക, അല്ലേ? ഗോട്ട് സിൻസ് ഈറ്റ് ഗ്രാസ് അതല്ല, ടൈഗർ സിൻസ് ഇറ്റ് ഫീഡ്സ് ഓൺ ദ ഗോട്ട് വിച്ച് ഫീഡ് ഓൺ ഗ്രാസ് അതുമല്ല, ഗ്രാസ് സിൻസ് ദ ഗ്രോസ് ഇൻ ദ കണ്ടാമിനേറ്റഡ് സോയിൽ അതുമല്ല, വൾച്ചർ സിൻസ് ഇറ്റ് ഈറ്റ്സ് ദ ടൈഗർ which in turn eats the goat and which eats the grass. That is the correct answer, le? Option D is the correct answer. Next one. Why do scientists think that human induced global warming will be more harmful to plants and animals than were past natural climate fluctuations? അതായത് പണ്ടുണ്ടായിരുന്ന നാച്ചുറൽ ക്ലൈമറ്റ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ കൊണ്ടുണ്ടാകുന്ന ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുക അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്, അതിനേക്കാളൊക്കെ വലിയ പ്രശ്നമാണ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് സയൻറ്റിസ്റ്റുകൾ അങ്ങനെ പറയാൻ കാരണം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? ബിക്കോസ് ടെമ്പറേച്ചർ വിൽ ചേഞ്ച് ഫാസ്റ്റ്, അതല്ല, ബിക്കോസ് ദ ടെമ്പറേച്ചർ ചേഞ്ചസ് വിൽ ബി ലാർജ്, പെട്ടെന്ന് ഫാസ്റ്ററായിട്ട് പോകും, അല്ലേ? അത് ശരിയാണ്. ഓക്കെ, ബിക്കോസ് സ്പീഷീസ് നൗ ആർ ലെസ് അഡാപ്റ്റബിൾ, അതല്ല, ബിക്കോസ് എക്കോസിസ്റ്റം ആർ നൗ മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ ദേ യൂസ് ടു ബി, അതുമല്ല. അതായത് പെട്ടെന്ന് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം. ഹ്യൂമൻസ്, ഓപ്ഷൻ എ, അല്ലേ? അതായത് പെട്ടെന്ന് സംഭവിക്കുന്നു. ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ വളരെ സ്പീഡിലാണ് ഇപ്പോൾ ഉള്ള ചേഞ്ച് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. സയൻറ്റിസ്റ്റ് ബിലീവ് ദാറ്റ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഗ്ലോബൽ വാർമിംഗ് ഈസ് മോർ ഹാർംഫുൾ ടു പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാൻ നാച്ചുറൽ ക്ലൈമറ്റ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ പാസ്റ്റ്, പ്രൈമർലി ബിക്കോസ് ഓഫ് ദ റാപ്പിഡ് പേസ് ഓഫ് ദ ചേഞ്ച്. ആ ചേഞ്ച് വളരെ പെട്ടെന്നാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പാസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഹാപ്പൻ ഓവർ തൗസൻഡ്സ്, ഒരുപാട് കാലഘട്ടം കൊണ്ടാണ് പണ്ടുണ്ടായിരുന്ന ചേഞ്ച് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. 1000 to millions of years, ഒരുപാട് കാലം കൊണ്ടാണ് പണ്ടുണ്ടായിരുന്ന ചേഞ്ച് ഉണ്ടായത്. ഗിവിങ് സ്പീഷീസ് ടൈം ടു അഡാപ്റ്റ് ആൻഡ് ടു മൈഗ്രേറ്റ്, അല്ലേ? സ്പീഷീസിനെ അഡാപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. കറന്റ് ഗ്ലോബൽ വാർമിംഗ് ഈസ് ഹാപ്പനിങ് ഓവർ ജസ്റ്റ് ഡെക്കേഡ്സ് ടു സെഞ്ചുറീസ്. വളരെ ചെറിയ സമയം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഹ്യൂമൻ ഇൻഡ്യൂസ് വളരെ ടു ഫാസ്റ്റ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അവിടെ അഡാപ്റ്റേഷൻ ഒന്നും സമയം കിട്ടാത്ത രൂപത്തിൽ തന്നെയുള്ളൊരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ചേഞ്ചാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. കുറച്ച് ഏരിയാസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ പല ക്വസ്റ്റ്യൻസും ഉണ്ടാവാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, പരമാവധി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.